ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. അവർ പ്രധാനമായി 2 കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതുപോലെ വിരമിക്കുന്ന സമയത്ത് 5 ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കണമെന്ന്. ഈ 2 ആവശ്യങ്ങളും ന്യായം തന്നെയാണ്. ഇപ്പോൾ അവർക്ക് 9,000 രൂപയാണ് ഓണറേറിയമായി ലഭിക്കുന്നത്. 2,000 രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നതും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായ 7,000 ചേർത്താണ് ഈ 9,000 ലഭിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, 9,000 രൂപ കൊണ്ട് ഒരു കുടുംബത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അവരുന്നയിക്കുന്ന ഈ ആവശ്യം വളരെയധികം പ്രാധാന്യമുള്ളതും അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടതുമാണ്. എന്നാൽ സമരത്തോട് നല്ല സമീപനമല്ല സർക്കാർ പുലർത്തുന്നത്. സമരത്തിലേർപ്പെട്ടിരിക്കുന്ന ആശാ വർക്കർമാർ സമരത്തിൽ നിന്ന് പിൻവാങ്ങി ജോലിക്ക് കയറിയില്ലെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. ഭരണകക്ഷിയിൽപ്പെട്ട കക്ഷികളും ട്രേഡ് യൂണിയനായ CITU-വും സമരത്തെ പ്രതിരോധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. CITU നേതാക്കൾ പറയുന്നത് ഇതൊരു ഈർക്കിൽ സംഘടന നടത്തുന്ന സമരമാണെന്നാണ്. സംഘടന ഈർക്കിളായാലും കടലാസായാലും അവരുന്നയിക്കുന്ന ആവശ്യം ന്യായമാണോ എന്നുള്ളതാണ് പ്രസക്തം. ജനങ്ങൾക്ക് മികച്ച രീതിയിൽ ജീവിക്കാനാവശ്യമായ സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എത്ര കണ്ട് ഇടപെടുന്നുണ്ട് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. സമീപകാലത്താണ് PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം ലക്ഷക്കണക്കിന് വർദ്ധിപ്പിച്ച് ഇരട്ടിയാക്കിയത്. 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ മനുഷ്യർ പെടാപ്പാടുപെടുന്ന സമയത്താണ് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പള വർധനവ് PSCയിൽ സർക്കാർ ഏർപ്പെടുത്തിയത്. നമ്മുടെ സംസ്ഥാനമാണെങ്കിൽ 3 ലക്ഷത്തിലധികം കോടി രൂപയുടെ കടഭാരം പേറുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് യാതൊരു മാനദണ്ഡവുമില്ലാതെ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം ഇത്തരം വർധനവ് ഉണ്ടാക്കി കൊടുക്കുന്നത്. വർധനവ് നൽകുന്നത് മാത്രമല്ല, അതിനെ യാതൊരു മടിയുമില്ലാതെ ന്യായീകരിക്കാൻ വേണ്ടിയും ശ്രമിക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുകയാണ്.